ഹായ്, നമ്മളിപ്പോൾ കാശ്മീരിൽ നമ്മൾ ബോട്ടിങ്ങിന് പോകണം. ദാൽ ലേക്കിൽ നമ്മൾ പോകാനായിട്ട് നല്ലൊരു ആളെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകാൻ റെഡിയായി. അപ്പോൾ നമ്മൾ പോവാണ്, കയറാൻ പോവാണ്. എന്തൊക്കെയാണ് കാഴ്ചകളിൽ നിന്ന് കാണണ്ടേ. അപ്പോൾ ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇനി നമ്മൾ പോകുന്നു. ഏന അങ്ങനെ നമ്മൾ രാജകീയമായിട്ട് ഇതിനകത്തേക്ക് അങ്ങ് കയറാണ്. കിടന്നൊക്കെ പോന്ന പറയണേ. ऐसे बैठ सकता है ना? अच्छा, या बैठेंगे, मेरे को വീഡിയോ കാണിക്കുകയാണേ. അപ്പം നമ്മൾ അങ്ങനെ രാജകീയമായിട്ട് പോവാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ ജി, താങ്ക് യു. അപ്പം നമ്മളങ്ങനെ അങ്ങനെ തുടങ്ങുകയാണ് ഒരു അടിപൊളി ലേക്ക് ട്രാവൽ. നൈസല്ലേ എന്നൊക്കെ. വാ, വിറച്ച് തുള്ളിയാണ് നിൽക്കുന്നത്, ഒരു രക്ഷയില്ല. പക്ഷെ നമ്മൾ ക്യാമറ ഇങ്ങനെ ബലത്തിൽ പിടിച്ചങ്ങനെ പോകും. अब नहीं जी, बात नहीं, थोड़ा काम पे. संदेशी आते हैं. ഒരു ബോട്ട് നമ്മളെ ക്രോസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരിക്കും. अब नहीं है जी, बात नहीं, अब नहीं. अभी बैकग्राउंड है, अभी थोड़ा अभी काम अभी लिटिल ब्रो आया कुछ कमाने के लिए आपसे. पूरा समझ लोकेशन गया. है. I give you soft copy, 60 rupees only. Dress up with DSLR. अब काम में Background. अब काम में बात नहीं करते. അപ്പം നമ്മളിവിടെ ഒരാൾ നമ്മുടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അയാൾ സംസാരിച്ചിട്ട് ലൈനിലേക്ക് വരാൻ തിരിച്ച്. അപ്പോൾ ഞാനിവിടെ നിർത്തിയത് വെറുതെ ആയില്ല എന്ന് വെച്ചു. അവർ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ദേ ഈ രാജപട്ടയിൽ ഇങ്ങനെ എത്തി ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ രാജാപ്പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. നമ്മൾ അതൊക്കെ സ്വീകരിച്ചു. നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ് വീണ്ടും പഴയ ഡ്രസ്സിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെ മേടിച്ചു. നമ്മൾ ഹായ് ഹായ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നു. പലതരം ബോട്ട്സ് ഉണ്ട് ഇവിടെ. അത് മറ്റേ ഈ ചുക്കയില്ലേ, മറ്റേ ഷീഷ നെയ് ചെയ്യണം, അത് കൊണ്ടുവന്ന വണ്ടിയാണ്. പിന്നെ ഇങ്ങനെ പലതരം ഇതിനകത്ത് പലതരം കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചായം കൊണ്ട് വരും, ചിലർ ഫോട്ടോ എടുക്കാൻ വരും, പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് കൊണ്ട് വരും. അപ്പോൾ അങ്ങനെ പുതിയ ഒത്തിരി കച്ചവടക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഇനി ഇവിടെയുള്ള സ്പെഷ്യൽ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഈ ചെറിയ ബോട്ട്സുകളുണ്ട്, ചെറിയ ബോട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ആൾക്കാർക്ക് താമസിക്കാം. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ വരാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ബോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് താമസിക്കാം. ഹോട്ടൽസിൽ റൂം ഇല്ലെങ്കിൽ സീസൺ ടൈമിലൊക്കെ, അല്ലെങ്കിൽ സീസൺ ടൈമിൽ മാത്രമല്ല, ഇവിടെ ഡയറക്റ്റ് ഹോട്ടൽ ബുക്കിംഗ് പോലെ തന്നെയാണ് ബോട്ടിൽ ബുക്കിംഗ് എടുക്കുക. നമുക്ക് കുറച്ച് സൺസെറ്റ് ബ്യൂട്ടി ആയിട്ട് കാണണ്ടേ, കാണാം കേട്ടോ. ഇതാ സ്ത്രീകളൊക്കെ തുഴഞ്ഞു വരണം കേട്ടോ.
അവർക്ക് ഇത് ശീലമായിട്ടുണ്ടോ. ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ ഈ കൊടും തണുപ്പത്ത് ഈ തുഴഞ്ഞവനെത്തൊന്ന് വെള്ളത്തിലൊന്ന് കുളിക്കാനിറങ്ങിയുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ചിന്തിക്കാൻ പറ്റുമോ. നല്ല ക്രൗഡ് ഉള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. ഇതിവിടെ കണ്ട് മാർക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല ക്രൗഡല്ലേ, അടിപൊളി. ബോട്ടുകളുടെ ക്രൗഡാണിട്ടത്. ഭയങ്കര രസമല്ലേ. അവരാ കളറും എല്ലാം കൂടിയുള്ളൊരു ഫീലാണ് മൊത്തത്തിൽ. ഫ്ലോട്ടിങ് കാരണേ അച്ഛാ ആഹാ ഓക്കെ. ഇത് ഫ്ലോട്ടിംഗ് ഗാർഡൻ ആണെന്നാണ് പുള്ളി. അച്ഛാ സബേ ഓ, ഇവിടെ തക്കാളിയും സംബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യും. ഇവിടെ അതൊക്കെ ഉണ്ടെന്ന് പറയണേ കേട്ടോ. എന്ത് ഭംഗിയല്ലേ പൊന്ന്. ഇവിടെ ഒരു 45 ദിവസം കൂടി കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ വീഴുമെന്ന് പറയണേ ഫുള്ളായിട്ട്. अच्छा मार्केट हो गया. मीना बाजार. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മീന ബസാർ. ഇത് മാർക്കറ്റാണ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഹാൻഡ്ലൂംസ് ആണ്. ഇത് മീന ബസാറിൻ്റെ മറ്റൊരു ഭാഗമാണ്. നല്ല മനോഹരമായ നമ്മുടെ കാശ്മീരിൻ്റെ ഭംഗിയിലൂടെ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം കയറി നിൽക്കണ പോലെ ഉണ്ടല്ലേ. വെള്ളപ്പൊക്കം കയറി നമ്മുടെ 2018 പടത്തിൽ ഷൂട്ട് ചെയ്ത പോലെ ഉണ്ടല്ലേ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എങ്ങനെ ഉണ്ടാവും, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐസ് കണക്കിനിരിക്കുന്ന വെള്ളമുണ്ട്, ഐസ് കണക്കിനിരിക്കുന്ന വെള്ളം. ഒന്നും പറയാനില്ല. ഇത് ഒരു ദിവസവും 2 ദിവസമൊന്നും കണ്ട് തീരൂല, അമ്മാതിരി സ്ഥലമാണ്. ഏറ്റവും വലിയ കോമഡി ഇവിടെ മഞ്ഞ് വീഴുന്ന സമയത്താണ്. എൻ്റെ പൊന്നോ, സൂര്യാസ്തമയം എൻ്റെ ഇടയിൽ കൂടെ അടിപൊളി. എനിക്ക് മേലെ എൻ്റെ പൊന്നോ എൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഫീലാണ്. നല്ല രസമല്ലേ ആ പുല്ലുകൾക്കിടയിലൂടെ. നൈസല്ലേ സൂര്യാസ്തമയത്തിൻ്റെ ഒരു വഴി, അടിപൊളിയല്ലേ. ചോളൊക്കെ വിറ്റുകൊണ്ട് വന്നു. അടിപൊളിയല്ലേ. അവിടെ ചുക്കയും വലിച്ചിൻ്റെ അടുത്ത് ടീമിരിക്കുന്നു. ഇവിടെയൊക്കെ താമസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെയുള്ള വീടുകളിൽ റെൻ്റലുണ്ട് കേട്ടോ, താമസിക്കാൻ പറ്റുമെന്ന് പറയണം. ബോട്ടുകൾ കണ്ട് കൊതി തീരും. പക്ഷെ കണ്ട് കൊതി തീരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാലേ ഇങ്ങനെ കാണും തോറും നമുക്ക് ഭയങ്കര ഇഷ്ടം വന്നുകൊണ്ടേയിരിക്കും.
അതുകൊണ്ടാണ് ഭയങ്കര ഫീലാണത്. ഇത്ര രസം കാണാനായിട്ട്. വേണ്ടാ ഇത്ര രസമുള്ള വ്യൂ ആണെന്നൊക്കെ. നമുക്കൊരു കൗബോയ് സ്റ്റൈലിൽ വ്യൂ ആയിട്ടെ. അടിപൊളിയല്ലേ. ഇങ്ങനെ കണ്ട് വരാണ്. അപ്പോൾ ദൈവം പച്ചക്കറി കൊണ്ട് ആൾ വരുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. വേണ്ട ഒരു പച്ചക്കറി കച്ചവടം വരെ അതിനകത്ത് വെച്ച് നടത്തണേ. പച്ചക്കറി ഇവിടെ പച്ചക്കറി കച്ചവടം ഇവിടെ നടത്തുന്നുണ്ട് അവർ. From Kerala. हाँ कोचिन. हाँ आप घुमाए? Yes. कब? Oh, I was long time here. Maybe 10 years around about. Around 10 years back. I was Okay. Here, yeah. I got a handicraft business there. For that purpose, I was there. Oh, you're doing a handicraft business in Kerala? Handicraft business, yes, I was there. Wow. Also in Goa, 25 years. Wow. In Kerala, people very good. I like it. Better than Goa. Thank you. Yes, really. The Kerala people very good. I like it. Very honest and well qualified, and they know everything. Oh yes, definitely. Yeah. They almost beat the Kerala people in abroad. You know, mostly in people. He's in Dubai. Yeah, Dubai. Isn't it? Yeah. അപ്പം നമ്മൾ നാടിനെ കുറിച്ച് നല്ല മതിപ്പാണ് എല്ലാവർക്കും. അപ്പോൾ പുള്ളി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ബിസിനസ് ചെയ്തിരുന്നു കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാശ്മീരിലുള്ള ആൾ കാശ്മീരിയാണ് ഉണ്ടാവും. അപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല മതിപ്പാണ്. കേരള പീപ്പിൾസ് വളരെ ഹോണസ്റ്റാണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഹോണസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഹോണസ്റ്റാണ്. കേരള പീപ്പിൾസ് ഹോണസ്റ്റാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല നോളജ് ഉള്ളവരാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും തൽക്കാലം വൈൻഡപ്പ് ചെയ്യും. അടുത്ത ഡെസ്റ്റിനേഷൻ ഇനിയുണ്ട്. കൈയൊക്കെ പിടിച്ച് വേദന എടുക്കുന്നു. കാരണം നല്ല മഞ്ഞും മരവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ക്യാമറ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. സോ ഹായ് ബൈ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ പറയുന്നു.